നമസ്കാരം. പ്രധാന വാർത്തകൾ. വിലക്കിനെ തള്ളി ആശാ വർക്കർമാർക്കൊപ്പമെന്ന് മല്ലിക സാരാഭായ്. സന്ദേശത്തിലൂടെ നിലപാട് വ്യക്തമാക്കിയത് തൃശൂരിൽ നടന്ന ആശാ വർക്കർമാർക്ക് പൊതുസമൂഹത്തിന്റെ ഓണറേറിയം ചടങ്ങിൽ. ആശാ വർക്കർമാരുടെ അക്കൗണ്ടിലേക്ക് മല്ലിക സാരാഭായ് ഓണറേറിയം വിഹിതം കൈമാറി. മഹിളാ കോൺഗ്രസ് മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് പാലക്കാട് ജില്ലയിൽ ഉജ്ജ്വല വരവേൽപ്പ്. കേരളത്തിലെ അമ്മമാരുടെ കണ്ണീരിന് വില കൽപ്പിക്കാത്ത മുഖ്യമന്ത്രിയെ താഴെയിറക്കാൻ മുൻപന്തിയിലുണ്ടാകുക അമ്മമാരും സഹോദരിമാരുമായിരിക്കുമെന്ന് അഡ്വക്കേറ്റ് ജെബി മേത്തർ MP. നേട്ടങ്ങൾ ആഘോഷിക്കാനില്ലാത്ത ഇടതു സർക്കാരിന്റെ വാർഷികാഘോഷം ധൂർത്തുമാത്രം. ജനങ്ങളോട് പ്രതിബദ്ധതയില്ലെന്ന് സർക്കാർ തെളിയിച്ചു കഴിഞ്ഞെന്നും ജെബി മേത്തർ. ജാതി സെൻസസ് എടുക്കേണ്ടത് പൊതു സെൻസസിന്റെ ഭാഗമായാണെന്ന് കെ രാധാകൃഷ്ണൻ MP. സമയബന്ധിതമായി ജാതി സെൻസസ് എടുക്കണമെന്നാണ് CPM നിലപാട്. പ്രതിപക്ഷ ആവശ്യത്തിന് കേന്ദ്ര സർക്കാർ വഴങ്ങിയത് ബീഹാർ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടെന്നും കെ രാധാകൃഷ്ണൻ. വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് LDF സർക്കാർ. പന്നിയങ്കരയിൽ ടോൾ കമ്പനി വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകണം. ഭീകരവാദത്തെ ഇല്ലാതാക്കാൻ കേന്ദ്ര സർക്കാർ എന്ത് നിലപാട് സ്വീകരിച്ചാലും പിന്തുണയ്ക്കുമെന്ന് STU സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് റഹ്മത്തുള്ള. രാജ്യത്തെ വേദനിപ്പിച്ച പഹൽഗാം സംഭവത്തിൽ ശക്തമായി തിരിച്ചടിക്കണം. തൊഴിലാളി ദ്രോഹ നടപടികളിൽ നിന്ന് ഭരണകൂടങ്ങൾ പിന്മാറണമെന്നും അഡ്വക്കേറ്റ് റഹ്മത്തുള്ള. തൊഴിലാളി പക്ഷത്തുനിന്ന് മേനി നടിക്കുന്ന ഇടതു സർക്കാർ തൊഴിലിടങ്ങളിലെ ചൂഷണങ്ങൾക്കും അരക്ഷിതാവസ്ഥയ്ക്കും നേരെ കണ്ണടയ്ക്കുകയാണെന്ന് BMS പാലക്കാട് ജില്ലാ പ്രസിഡന്റ് സലിം തെന്നിലാപുരം. സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹത്തിനെതിരെ ശബ്ദിക്കാനാകാത്ത ഇടത് ട്രേഡ് യൂണിയനുകളുടെ മെയ് ദിനാഘോഷം പ്രഹസനമെന്നും സലിം തെന്നിലാപുരം. പാലക്കാട്ട് വാണിജ്യ വ്യവസായ മസ്ദൂർ സംഘം BMS ജില്ലാ സമ്മേളനം. തൃശൂർ പൂരത്തോടനുബന്ധിച്ച് നഗരത്തിൽ പോലീസിന്റെ സ്പെഷ്യൽ പട്രോളിംഗ്. 4 പേർ കൂടി സ്പെഷ്യൽ പട്രോളിംഗ് ടീമിന്റെ പിടിയിൽ. ഇതുവരെ പിടിയിലായത് 19 മോഷ്ടാക്കൾ. അവകാശ പോരാട്ടങ്ങളുടെ ആവേശസ്മരണയിൽ ലോക തൊഴിലാളി ദിനം. വിവിധ കേന്ദ്രങ്ങളിൽ മെയ് ദിന റാലികൾ. തൊഴിലാളി വർഗ ഐക്യവും സംഘടിത കരുത്തും വിളംബരം ചെയ്ത റാലികളിൽ അണിനിരന്നത് ആയിരങ്ങൾ. ഭരണാധികാരികൾ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ തിരുത്തണമെന്ന് മുന്നറിയിപ്പ്. വാർത്തകൾ വിശദമായി. വിലക്കിനെ തള്ളി ആശാ വർക്കർമാർക്കൊപ്പമെന്ന് മല്ലിക സാരാഭായ്. തൃശൂരിൽ ആശാ വർക്കർമാർക്ക് പൊതുസമൂഹത്തിന്റെ ഓണറേറിയം ചടങ്ങിലേക്ക് മല്ലിക സാരാഭായ് സന്ദേശത്തിലൂടെ നിലപാട് വ്യക്തമാക്കി. ആശാ വർക്കർമാരുടെ അക്കൗണ്ടിലേക്ക് ഓണറേറിയം വിഹിതമായി 1000 രൂപയും അവർ കൈമാറി. തൃശൂർ ജവഹർ ബാലഭവനിൽ നടന്ന ചടങ്ങിലായിരുന്നു മല്ലിക സാരാഭായിയുടെ സന്ദേശം വായിച്ചത്. ആശാവർക്കർമാർ സമൂഹത്തിൽ അവഗണിക്കപ്പെടുകയാണെന്നും ആശാവർക്കർമാർ വിലമതിക്കപ്പെടേണ്ടവരാണെന്നും സന്ദേശത്തിൽ മല്ലിക സാരാഭായ് ചൂണ്ടിക്കാട്ടി. സർക്കാർ ആശാവർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നും താൻ ആശാവർക്കർമാർക്കൊപ്പം നിലകൊള്ളുന്നുവെന്നും മല്ലിക സാരാഭായ് വ്യക്തമാക്കി. The Asha workers fulfill a crucial and neglected role in society. They must be valued, and one important way of doing this is to pay them better. Just as we devalue the multiple crucial functions that a woman plays in keeping a family and a home running, we devalue these women and the important public function they perform. I stand with them for better pay. ചെറിയൊരു പരിഭാഷ ചെയ്യുകയാണെങ്കിൽ ആശാപ്രവർത്തകരെ ഏറ്റവും നിർണായകമായ വളരെ അവഗണിക്കപ്പെടുന്ന ഒരു റോളാണ് ഈ സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെ വിലമതിക്കപ്പെടേണ്ടതാണ്. ഒരു പ്രധാന രീതി അവരെ വിലമതിക്കുക എന്നുള്ളത് അവരുടെ വേതനം കൂട്ടിക്കൊടുക്കുക എന്നുള്ളതാണ്. ആശാ വർക്കർമാർക്ക് ഓണറേറിയം നൽകുന്ന ചടങ്ങ് കവി റഫീഖ് അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. മറ്റ് എല്ലാവരെയും ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു നടപടിക്ക് ഇവിടെ മുന്നോട്ട് വരേണ്ടി വന്നിരിക്കുന്നത്. ഇന്ന് ഒരു മെയ് 1 നമുക്കറിയാം. മെയ് 1 പ്രാധാന്യം നമുക്കറിയാം. 1886 ചിക്കാഗോയിൽ നടന്നിട്ടുള്ള വലിയ ഒരു പ്രക്ഷോഭം. ഈ പ്രക്ഷോഭം എന്ന് പറയുന്നത് അന്ന് ആ പ്രക്ഷോഭം വിജയിച്ചിട്ടൊന്നുമില്ല. അത് കുറേ ആളുകൾ മരിച്ചു, അങ്ങനെയൊക്കെ ഉണ്ടായി. പക്ഷേ അതിൻ്റെ പ്രതിഫലനങ്ങൾ പിന്നീട് ഉണ്ടായത് നൂറ്റാണ്ടുകളോളം നമ്മുടെ ഇന്ന് വരെയും നമ്മൾ നേടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ തൊഴിലാളികളുടെ അവകാശങ്ങൾ മാത്രമല്ല. സാഹിത്യകാരി സാറ ജോസഫ്, സാമൂഹ്യ പ്രവർത്തക കുസുമം ജോസഫ്, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ MP സുരേന്ദ്രൻ, തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കേരളത്തിലെ അമ്മമാരുടെ കണ്ണീരിന് വില കൽപ്പിക്കാത്ത മുഖ്യമന്ത്രി പിണറായി വിജയനെ താഴെയിറക്കാൻ പോകുന്നത് അമ്മമാരും സഹോദരിമാരുമായിരിക്കുമെന്ന്
കാര്യത്തിൽ ഒരു സംശയവും വേണ്ടെന്ന് അഡ്വക്കേറ്റ് ജെബി മേത്തർ MP. സർക്കാരിൻ്റെ 4ാം വാർഷികം ധൂർത്ത് മാത്രമാണെന്നും കേരളത്തിലെ ജനങ്ങളോട് എന്ത് പ്രതിബദ്ധതയാണ് LDF സർക്കാരിനുള്ളതെന്നും അവർ ചോദിച്ചു. കേരള പ്രദേശ് മഹിളാ കോൺഗ്രസ് മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് പട്ടാമ്പിയിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ജെബി മേത്തർ MP. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ MP നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയ്ക്കാണ് പട്ടാമ്പിയിൽ ഊഷ്മളമായ സ്വീകരണം നൽകിയത്. വിവിധ ജില്ലകളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ പട്ടാമ്പി കോൺഗ്രസ് ഭവനിലെത്തിയ യാത്രയ്ക്ക് ഊഷ്മളമായ സ്വീകരണമാണ് മഹിളാ പ്രവർത്തകർ ഒരുക്കിയത്. പൊന്നാടയണിച്ച് സ്വീകരിച്ചു. മഹിളാ കോൺഗ്രസ് പട്ടാമ്പി മണ്ഡലം കമ്മിറ്റിയാണ് പട്ടാമ്പി കോൺഗ്രസ് ഭവനിൽ സ്വീകരണ പരിപാടി സംഘടിപ്പിച്ചത്. കേരളത്തിലെ അമ്മമാരുടെ കണ്ണീരിന് വില കൽപ്പിക്കാത്ത മുഖ്യമന്ത്രി പിണറായി വിജയനെ താഴെ ഇറക്കാൻ പോകുന്ന അമ്മമാരും സഹോദരികളുമാണെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ടെന്ന് ജെബി മേത്തർ MP പറഞ്ഞു. സർക്കാരിൻ്റെ 4ാം വാർഷികം ധൂർത്ത് മാത്രമാണെന്നും കേരളത്തിലെ ജനങ്ങളോട് എന്ത് പ്രതിബദ്ധതയാണ് LDF സർക്കാരിനുള്ളതെന്നും അവർ ചോദിച്ചു. അമ്മമാരുടെ കണ്ണുനീരിന് വില കൽപ്പിക്കാത്ത മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ താഴെ ഇറക്കാൻ പോകുന്നത് കേരളത്തിലെ അമ്മമാരും സഹോദരിമാരും സ്ത്രീകളും തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. സാധാരണക്കാർ ദുരിതത്തിൽ നിന്നും ദുരിതത്തിലേക്കുള്ള ജീവിതത്തിൽ തെറ്റി വീണുകൊണ്ടിരിക്കുമ്പോൾ ആശുപത്രി താലൂക്ക് ആശുപത്രിയിൽ ചെന്നാൽ മരുന്നില്ലാത്ത സാഹചര്യം സംജാതമായിരിക്കുമ്പോൾ ഇവിടെ റേഷൻ കടയിൽ ചെല്ലുമ്പോൾ സാധനങ്ങളില്ലാതിരിക്കുമ്പോൾ വൈദ്യുതിയുടെ ചാർജ് കൂട്ടുന്നു, വെള്ളക്കരം കൂട്ടുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തണം. കരുണയും കാരുണ്യവും നിറഞ്ഞ UDF സർക്കാർ ഇനി അധികാരത്തിൽ വരണമെന്നും ജെബി മേത്തർ MP സൂചിപ്പിച്ചു. നേരത്തെ സ്വീകരണ യോഗം KPC മെമ്പർ C സംഗീത ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ അനിത അധ്യക്ഷയായി. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സിന്ധു രാധാകൃഷ്ണൻ, സുനിത, KT റുക്കിയ, ഇന്ദിരാദേവി, ET ഉമ്മർ, അഡ്വക്കേറ്റ് രാമദാസ്, ഉമ്മർ കീഴായൂർ, K ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. ജാതി സെൻസസ് എടുക്കേണ്ടത് പൊതു സെൻസസിന്റെ ഭാഗമായാണെന്ന് K രാധാകൃഷ്ണൻ MP. സമയബന്ധിതമായി ജാതി സെൻസസ് എടുക്കണമെന്നാണ് CPM നിലപാട്. കേന്ദ്ര സർക്കാർ ജാതി സെൻസസിന് പച്ചക്കൊടി വീശിയത് ബീഹാർ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്നും K രാധാകൃഷ്ണൻ പറഞ്ഞു. ജാതി സെൻസസ് സംബന്ധിച്ച പ്രതിപക്ഷ ആവശ്യത്തിന് കേന്ദ്രം വഴങ്ങിയത് ബീഹാർ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടു തന്നെയാണെന്ന് K രാധാകൃഷ്ണൻ പറഞ്ഞു. സമയബന്ധിതമായി സെൻസസ് എടുക്കണമെന്നാണ് CPM നിലപാട്. പാർട്ടി ഇക്കാര്യം നേരത്തെ വ്യക്തമാക്കിയിരുന്നുവെന്നും രാധാകൃഷ്ണൻ ചൂണ്ടിക്കാട്ടി. കുറേ കാലമായിട്ട് നമ്മുടെ രാജ്യത്ത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ജാതി സെൻസസ് നടത്തുന്നത്. അത് സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടായിരുന്നു. അതിൽ BJP കടുത്ത നിലപാടാണ് സ്വീകരിച്ചത്. ജാതി സെൻസസ് BJP അല്ല, ഗവൺമെൻറ് തീരുമാനം ജാതി സെൻസസ് നടത്തുന്ന പ്രശ്നമില്ല എന്നുള്ള തെരഞ്ഞെടുപ്പുകളാണ്. ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പറഞ്ഞിരുന്നു, ജാതി സെൻസസ് എടുക്കേണ്ടത് പൊതു സെൻസസ് എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അത് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിലും മധുരയിൽ നടന്ന പാർട്ടി കോൺഗ്രസിലും പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ പൊതു സെൻസസ് എടുക്കുന്നതോടൊപ്പം ജാതി സെൻസസ് എടുക്കുക എന്നുള്ള നിലപാടാണ് നേരത്തെ തന്നെ സ്വീകരിച്ചത്. ലഹരിയുമായി ബന്ധപ്പെട്ട കർശന നടപടിയുമായാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത്. ലഹരി ഉപയോഗിക്കുന്നവരെ കണ്ടെത്തുന്നുണ്ട്. തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും നടപടി. വേടൻ്റെ വിഷയത്തിൽ വനം മന്ത്രി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നും രാധാകൃഷ്ണൻ പറഞ്ഞു. ഇപ്പോൾ ഓരോ ആളുകളുടെ ഒരു താല്പര്യമാണ്. പല തെറ്റുകളും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ തെറ്റുകൾക്കെല്ലാം ഒരുപോലെയുള്ള സമീപനമാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആര് തെറ്റ് ചെയ്താലും വലുപ്പ ചെറുപ്പം നോക്കാതെ, കക്ഷിരാഷ്ട്രീയം നോക്കാതെ, ജാതിമത ചിന്താഗതി നോക്കാതെ എല്ലാ ആളുകളുടെ പേരിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കണം എന്നുള്ള അഭിപ്രായമാണ് നീക്കുന്നത്. അതായത് സുരേഷ് ഗോപിക്കും അതോടൊപ്പം തന്നെ മോഹൻലാലിനും കിട്ടിയ അവർക്ക് കിട്ടിയ ഒരു എക്സംഷൻ എന്തുകൊണ്ട് അല്ല, ഞാൻ പറഞ്ഞില്ല, ഒരു വ്യക്തി എന്നല്ല, ആ തെറ്റ് ചെയ്യുന്ന ആരാണെങ്കിലും അവർക്ക് ജാതിയോ മതമോ രാഷ്ട്രീയമോ അല്ലെങ്കിൽ സാമ്പത്തിക ശേഷിയോ അല്ലെങ്കിൽ കുറവോ എന്ന് നോക്കാതെ തന്നെ ആ തെറ്റുകൾക്കെതിരായിട്ടുള്ള ശക്തമായ നടപടിയാണ് സ്വീകരിക്കുന്നത്. LDF സർക്കാരാണ് വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കിയതെന്നും പന്നിയങ്കര ടോൾ വിഷയത്തിൽ ടോൾ കമ്പനിക്ക് അനുകൂലമായ നിയമമാണ് കേന്ദ്ര സർക്കാരിൻ്റേതെന്നും ടോൾ കമ്പനി വിട്ടുവീഴ്ചകൾ ചെയ്യണമെന്നും
കെ രാധാകൃഷ്ണൻ പാലക്കാട്ട് ആവശ്യപ്പെട്ടു. നമ്മുടെ നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ടോൾ കമ്പനികൾക്ക് അവർക്ക് സർവ്വവിധ സ്വാതന്ത്ര്യം കൊടുക്കുന്ന നിയമമാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആ നിയമത്തിൽ ഭേദഗതി വരുത്തേണ്ടത് അനിവാര്യമാണ്. അത് സംബന്ധിച്ചുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ ആ കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു റിപ്ലൈ ഒക്കെ കിട്ടിയിട്ടുണ്ട്. ആ റിപ്ലൈക്ക് വെച്ച് നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയാമെന്ന് ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൊഴിലാളികളും തൊഴിലാളി പ്രസ്ഥാനങ്ങളും നടത്തിയ ചരിത്രപരമായ പോരാട്ടങ്ങളുടെയും നേട്ടങ്ങളുടെയും ആവേശസ്മരണയിൽ മെയ് ദിനാഘോഷം. ലോക തൊഴിലാളി ദിനത്തിൽ തൊഴിലാളി വർഗത്തിൻ്റെ കരുത്തും കൂട്ടായ്മയും തെളിയിച്ച വിവിധ കേന്ദ്രങ്ങളിൽ മെയ് ദിന റാലി നടന്നു. കുളപ്പുള്ളിയിലാണ് CITU ഒറ്റപ്പാലം ഡിവിഷൻ കമ്മിറ്റി കൂറ്റൻ റാലി സംഘടിപ്പിച്ചത്. ലോക തൊഴിലാളി ദിനത്തിൽ CITU ഒറ്റപ്പാലം ഡിവിഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാവിലെ 9 മണിക്കാണ് കുളപ്പുള്ളിയിൽ മെയ് ദിന റാലി ആരംഭിച്ചത്. നൂറുകണക്കിന് തൊഴിലാളികൾ റാലിയിൽ അണിനിരന്നു. റാലിക്ക് ശേഷം നടന്ന മെയ് ദിന പൊതുയോഗം CITU സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. അവർ തൊഴിലാളികൾ നേരിട്ടു, സംഘർഷമുണ്ടായി, വെടിവെച്ചു. തൊഴിലാളികളുടെ നേർക്ക്, നിരായുധരായ തൊഴിലാളികളുടെ നേർക്ക് വെടിവെച്ചു. 139 കൊല്ലായി. 1886 139 കൊല്ലം മുമ്പ് നടന്നതാണ്. ഈ ആവശ്യം ഉന്നയിച്ച് സമരം ചെയ്ത തൊഴിലാളികളെ വെടിവെച്ചു കൊന്നു. വെടിയേറ്റ് വീണ തൊഴിലാളികളുടെ നെഞ്ചിൽ നിന്ന് ഒഴുകി ആ സമരം നടന്ന ഭൂമിയിലാകെ രക്തം പുരണ്ടു. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി S കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി K ഭാസ്കരൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ K ഗംഗാധരൻ, സീനത്ത്, നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ്, CITU ഡിവിഷൻ ജോയിന്റ് സെക്രട്ടറി APM റഷീദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. CITU ഒറ്റപ്പാലം ഡിവിഷൻ വൈസ് പ്രസിഡന്റ് V വേണുഗോപാലൻ സ്വാഗതവും ജില്ലാ കമ്മിറ്റി അംഗം P സിന്ധു നന്ദിയും പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. INTUC പാലക്കാട് റീജിയണൽ കമ്മിറ്റി മെയ് ദിന റാലി നടത്തി. മേഴ്സി കോളേജ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച റാലി KSRTC ബസ് സ്റ്റാൻഡിന് മുന്നിൽ സമാപിച്ചു. റാലിക്ക് ശേഷം നടന്ന മെയ് ദിന പൊതുയോഗം KPCC ജനറൽ സെക്രട്ടറി C ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. INTUC പാലക്കാട് റീജിയണൽ പ്രസിഡന്റ് അനിൽ ബാലൻ അധ്യക്ഷത വഹിച്ചു. പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CV സതീഷ്, INTUC ജില്ലാ സെക്രട്ടറി ബിന്ദു പിരായിരി, AM അബ്ദുള്ള, അയ്യപ്പൻ, സെൽവൻ, മണ്ഡലം പ്രസിഡന്റുമാരായ ഷബീർ, സഹീർ, N ആസിഫ്, MA ഹക്കീം, റഫീഖ്, രാധാകൃഷ്ണൻ, നസീർ, അനീഷ്, ജയകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേന്ദ്ര സർക്കാരിൻ്റേത് തൊഴിലാളി വിരുദ്ധ നയമെന്ന് CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. CITU പാലക്കാട് ഡിവിഷൻ കമ്മിറ്റിയുടെ മെയ് ദിന റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയായ EN സുരേഷ് ബാബു. ഫാസിസ്റ്റ് ഭരണകൂടം തൊഴിലാളി സമരത്തിന്റെ ചരിത്രം പഠിക്കണമെന്ന് സുരേഷ് ബാബു ആവശ്യപ്പെട്ടു. രാജ്യസുരക്ഷയെപ്പോലും കേന്ദ്ര സർക്കാർ ലാഘവത്തോടെ കണ്ടതിൻ്റെ പ്രതിഫലനമാണ് പഹൽഗാം. രാജ്യത്തെ ഇൻ്റലിജൻസ് സംവിധാനം പരാജയപ്പെട്ടതിൻ്റെ തെളിവാണ് ഭീകരാക്രമണം. അനുഭവത്തിൽ നിന്ന് പാഠം പഠിക്കാതെ സേനാ നയങ്ങളിൽ വരുത്തിയ മാറ്റം തിരിച്ചടിയായി. തൊഴിലാളികളുടെ അവകാശങ്ങൾ കവർന്നെടുക്കാനാണ് കേന്ദ്ര സർക്കാർ ലേബർ കോഡുകളിൽ മാറ്റം വരുത്തിയത്. മെയ് ദിന ചരിത്രം പഠിച്ചാൽ ഫാസിസ്റ്റ് ഭരണകൂടം തൊഴിലാളി ചൂഷണത്തിന് മുതിരില്ലെന്നും സുരേഷ് ബാബു പറഞ്ഞു. നവലിബറൽ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ രാജ്യങ്ങളിലെല്ലാം തൊഴിലാളി വർഗത്തിന് വലിയ പ്രയാസങ്ങളാണ് ഉണ്ടാകുന്നത്. തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നു, ഉള്ള തൊഴിൽ നഷ്ടപ്പെടുന്നു, വേതനം കുറയുന്നു, ജോലി സ്ഥിരത ഇല്ലാതാകുന്നു, ദാരിദ്ര്യം കൂടുതൽ മൂർച്ഛിക്കുന്നു. ഇത്തരത്തിൽ ലോകത്തിൽ ഇത്തരം നയങ്ങൾ നടപ്പിലാക്കിയ രാജ്യങ്ങളിലെ
സാധാരണ മനുഷ്യൻ്റെ, തൊഴിലാളി വർഗത്തിൻ്റെ ജീവിതം ദുരിതമായി മാറുന്ന ഒരു അനുഭവമാണ് നവലിബറൽ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ എല്ലാ രാജ്യങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ ഈ നയങ്ങൾക്കെതിരായിട്ടുള്ള ചെറുത്തുനിൽപ്പുകളും ഈ കാലഘട്ടത്തിൽ വിവിധ രാജ്യങ്ങളിൽ വലിയ പ്രക്ഷോഭങ്ങളിലൂടെ ഉയർത്തിക്കൊണ്ടുവരാനും സാധിച്ചിട്ടുണ്ട്. CITU ഡിവിഷൻ പ്രസിഡന്റ് PG രാംദാസ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ കെ കൃഷ്ണൻകുട്ടി, വി സരള, M ഹരിദാസ്, B വിജയൻ, A ബാബു, സമീർ ഖാൻ, കെ മഹേഷ്, ചിഞ്ചു ജോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ലോക തൊഴിലാളി ദിനത്തോടനുബന്ധിച്ച് ചേലക്കരയിൽ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ മെയ് ദിന റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. നൂറുകണക്കിന് തൊഴിലാളികൾ റാലിയിൽ പങ്കെടുത്തു. ഭൂതാട്ടുകുളത്തിനു സമീപമുള്ള CPIM പാർട്ടി ഓഫീസ് പരിസരത്ത് നിന്ന് തുടങ്ങിയ മെയ് ദിന റാലി നഗരം ചുറ്റി ചേലക്കര ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള ഓഡിറ്റോറിയത്തിൽ അവസാനിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം HMKP തൃശൂർ ജില്ലാ സെക്രട്ടറി AS രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. AITUC ചേലക്കര ഏരിയ സെക്രട്ടറി K ജോസ് അധ്യക്ഷത വഹിച്ചു. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് വിഷ്ണുദാസ്, CITU ഏരിയ സെക്രട്ടറി EN വാസുദേവൻ, CITU ഏരിയ പ്രസിഡന്റ് P ഗോവിന്ദൻ എന്നിവർ സംസാരിച്ചു. ഒരുപാട് തൊഴിലാളികൾ അവർ എന്തുകൊണ്ടോ ആ കുട്ടികൾ കൂടുതൽ ആളുകൾ അപകടത്തിൽ ജീവാപായം ഉണ്ടാകുന്നില്ല എന്നതിൽ ഞാൻ സന്തോഷിക്കുകയാണ്. കാരണം ഇത്ര മിനിറ്റിനുള്ളിൽ ഇത് കൊടുത്തില്ലെങ്കിൽ ശമ്പളമില്ല. അവർ സ്വയം തൊഴിൽ കണ്ടെത്തുന്നവരോ സ്ഥിരമായ ജോലിയുള്ളവരോ സ്ഥിരമായ കൂലിയുള്ളവരോ അല്ല, ജീവൻ പണയം വെച്ച് ജോലി ചെയ്യേണ്ടുന്ന സാഹചര്യമാണ് ഈ അത്യാധുനിക കാലഘട്ടത്തിൽ വിവിധ വിഭാഗം തൊഴിൽ മേഖലകളിലുള്ളത്. ഞാൻ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഒരുപാട് നേതാക്കൾ CPMന്റെ ഏരിയ സെക്രട്ടറി ഉൾപ്പെടെ CPIയുടെ ഏരിയ സെക്രട്ടറി, CITU ജില്ലാ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ നിരവധി ആളുകൾ സംസാരിക്കാനുണ്ട്. അങ്ങനെ വിവിധ മേഖലകളിൽ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ദൈന്യതയാർന്ന ജീവിത സാഹചര്യങ്ങളാണ് എല്ലാ വിഭാഗം തൊഴിലാളികൾക്കുമുള്ളത്. എല്ലാ തൊഴിൽ മേഖലകളിലും ഇന്ന് നമ്മളൊരു ചെറുത്തുനിൽപ്പിന്റെ പാതയിലാണ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മെയ് ദിനത്തോടനുബന്ധിച്ച് CITU പട്ടാമ്പി ഡിവിഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മെയ് ദിന റാലിയും പൊതുയോഗവും നടത്തി. നിരവധി തൊഴിലാളികൾ റാലിയിൽ അണിനിരന്നു. മേലെ പട്ടാമ്പി അലക്സ് തിയേറ്ററിന് സമീപത്തു നിന്ന് ആരംഭിച്ച മെയ് ദിന റാലിയിൽ നൂറുകണക്കിന് തൊഴിലാളികൾ പങ്കെടുത്തു. തുടർന്ന് ബസ് സ്റ്റാൻഡിൽ നടന്ന പൊതുയോഗം CITU സംസ്ഥാന കമ്മിറ്റി അംഗം TK അച്യുതൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിലപ്പെട്ട ഒരു ദിനമാണ് മെയ് ദിനം. 1886 മെയ് 1-ാം തീയതി അമേരിക്കയിലെ വ്യവസായ നഗരമായ ചിക്കാഗോയിൽ ഹേമാർക്കറ്റ് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്ത് ലോകത്താദ്യമായി തൊഴിലാളികൾ ഞങ്ങൾക്ക് 8 മണിക്കൂറേ പണിയെടുക്കാൻ കഴിയൂ, ഞങ്ങൾക്ക് 8 മണിക്കൂർ വിശ്രമിക്കാൻ സമയം വേണം, ഞങ്ങൾക്ക് 8 മണിക്കൂർ വിനോദത്തിന് സമയം വേണം എന്ന മുദ്രാവാക്യമുയർത്തി കൂലി അടിമകളായി ജീവിച്ചിരുന്ന മനുഷ്യർ ആദ്യമായി സംഘടിച്ച് ഒരു പൊതുസമ്മേളനം സംഘടിപ്പിക്കുമ്പോഴാണ് മെയ് 1-ാം തീയതി അന്നത്തെ അമേരിക്കയിലെ പോലീസ്, മുതലാളിമാരുടെ കൂലിപ്പട്ടാളം തൊഴിലാളികളുടെ പ്രതിഷേധ യോഗത്തെ ശക്തമായ രൂപത്തിൽ അടിച്ചമർത്തി. TV ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. AV സുരേഷ്, P വാസു, ഷാജി തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കോങ്ങാട് INTUC റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെയ് ദിന റാലി നടത്തി. തുടർന്ന് നടന്ന പൊതുയോഗം DCC മെമ്പർ CN ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. കോങ്ങാട് ടൗണിൽ നടത്തിയ മെയ് ദിന സന്ദേശ റാലിക്ക് KR മനുപ്രസാദ്, PC രാധാകൃഷ്ണൻ, അനൂപ് കരിമ്പ, TA സഹദേവൻ, M കൃഷ്ണൻ,
CY നാസർ എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ PK മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. MC പൊന്നുകുട്ടൻ, KA ബാലകൃഷ്ണൻ, TU മുരളീകൃഷ്ണൻ, CM നൌഷാദ്, PA കൃഷ്ണൻകുട്ടി, CC കൃഷ്ണൻകുട്ടി എന്നിവർ സംസാരിച്ചു. എന്തിനാണ് മെയ് ദിനം ഒരു സന്ദേശ റാലിയായി അല്ലെങ്കിൽ മറ്റൊരു പരിപാടിയായി ആചരിക്കുന്നത്? 1888 മുതൽ അന്താരാഷ്ട്ര തലത്തിലെ മെയ് 1 ലോക തൊഴിലാളി ദിനമായിട്ട് ആചരിച്ചു വരികയാണ്. സാമൂഹ്യക്രമത്തിൽ യാതൊരു ചിട്ടയുമില്ലാതെ തൊഴിലെടുക്കുന്ന ആളുകൾ അഹോരാത്രം പണിയെടുക്കുകയും മതിയായ വേതനം ലഭിക്കാതെ വരികയും ചെയ്യുന്ന സാഹചര്യങ്ങൾ തൊഴിലിടങ്ങളിൽ ലോകത്തെമ്പാടും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് തൊഴിലാളികൾ സംഘടിക്കുന്നതും അവരുടെ തൊഴിലവകാശം സ്ഥാപിച്ചു കിട്ടണമെന്ന് ആവശ്യപ്പെടുന്നു. 12 മണിക്കൂർ, 18 മണിക്കൂർ, 20 മണിക്കൂർ വരെ തൊഴിൽ സ്ഥിരമായി ചെയ്തിരുന്ന തൊഴിലാളികൾ അവരുടെ വേതന വ്യവസ്ഥകൾ ഉണ്ടാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഭീകരവാദത്തെ ഇല്ലാതാക്കാൻ കേന്ദ്ര സർക്കാർ എന്ത് നിലപാട് സ്വീകരിച്ചാലും പിന്തുണയ്ക്കുമെന്ന് STU സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് റഹ്മത്തുള്ള. തൊഴിലാളി ദ്രോഹ നടപടികളിൽ നിന്ന് ഭരണകൂടങ്ങൾ പിന്മാറണമെന്നും പാലക്കാട്ട് STU മെയ് ദിന റാലി ഉദ്ഘാടനം ചെയ്ത അഡ്വക്കേറ്റ് റഹ്മത്തുള്ള ആവശ്യപ്പെട്ടു. ചടങ്ങിൽ തൊഴിലാളികൾ ഭീകരവിരുദ്ധ പ്രതിജ്ഞയെടുത്തു. ഭീകരവാദത്തിന് മതത്തിൻ്റെയും ദേശത്തിൻ്റെയും നിറം ചാർത്തേണ്ടതില്ല. രാജ്യത്തിൻ്റെ പൊതുവികാരത്തെ ശിഥിലമാക്കുന്ന ഏത് പ്രവൃത്തിയും എതിർക്കപ്പെടേണ്ടതാണ്. പഹൽഗാം സംഭവം രാജ്യത്തെ ഒന്നടങ്കം വേദനിപ്പിക്കുകയും നടുക്കുകയും ചെയ്തതാണ്. തിരിച്ചടിക്കണമെന്ന് തന്നെയാണ് തൊഴിലാളി വർഗത്തിൻ്റെ താൽപ്പര്യമെന്ന് അഡ്വക്കേറ്റ് റഹ്മത്തുള്ള പറഞ്ഞു. പഹൽഗാമിൽ നമുക്ക് കാണാൻ സാധിച്ചത് അത് അത്യന്തം വേദനാജനകമായിരുന്നു. ഇന്ത്യയിലെ കോടാനുകോടി മനുഷ്യരെ വല്ലാതെ വേദനിപ്പിക്കുകയും ഇതിന് പകരം വീട്ടണമെന്ന് ഇന്ത്യ സർക്കാരിനോട് രാജ്യമെമ്പാടുമുള്ള ജനങ്ങൾ ഒരുപോലെ ആവശ്യപ്പെട്ടതുമാണ് പഹൽഗാമിന്റെ സംഭവവികാസങ്ങൾ. ആ സംഭവത്തെ തുടർന്ന് ലോകത്തിലെ ഏതാനും രാജ്യങ്ങൾ ഒഴികെ മറ്റെല്ലാ രാജ്യങ്ങളും ഭീകരവാദത്തെ തുടച്ചു മാറ്റാൻ, അതിനെ എന്നേക്കുമായി അവസാനിപ്പിക്കാൻ ഇന്ത്യ സ്വീകരിക്കുന്ന ഏത് നിലപാടുകളോടും ഞങ്ങൾ യോജിച്ചു നിൽക്കും എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. തൊഴിലാളി ദ്രോഹ നടപടികളിൽ നിന്ന് ഭരണകൂടങ്ങൾ പിന്മാറണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നാസർ കൊമ്പത്ത് അധ്യക്ഷത വഹിച്ചു. STU ഭാരവാഹികളായ MM ഹമീദ്, കല്ലടി ബക്കർ, KTA ജബ്ബാർ, MA മുസ്തഫ, PP മുഹമ്മദ് കാസിം, മുസ്തഫ പൂളക്കോട്, SM നാസർ, സൈദലവി പൂളക്കോട്, സയ്യിദ് മീരാൻ ബാബു, AM സലീം, KT ഹംസപ്പ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ പൂരത്തോടനുബന്ധിച്ച് നഗരത്തിൽ പോലീസിന്റെ സ്പെഷ്യൽ പട്രോളിംഗ്. സ്പെഷ്യൽ ഡ്രൈവിൽ 19 മോഷ്ടാക്കളാണ് ഇതുവരെ പിടിയിലായത്. കഴിഞ്ഞ ദിവസം 4 പേരെ സ്പെഷ്യൽ പട്രോളിംഗ് ടീം പിടികൂടി. തൃശൂർ പൂരത്തോടനുബന്ധിച്ച് ആന്റി സോഷ്യൽ ആക്ടിവിറ്റി നടത്തുന്നവരെ കണ്ടെത്തുന്നതിനായുള്ള സ്പെഷ്യൽ ഡ്രൈവിൽ 4 പേർ കൂടി പിടിയിലായി. ഇതോടെ 19 മോഷ്ടാക്കളാണ് സ്പെഷ്യൽ ഡ്രൈവിൽ റിമാൻഡിലായത്. ശക്തൻ സ്റ്റാൻഡ് പരിസരത്തു നിന്ന് ഏപ്രിൽ 23-ന് KSRTCയിൽ കയറുന്നതിനിടെ എറണാകുളം സ്വദേശിയുടെ മൊബൈൽ മോഷണം നടത്തിയ കുഴൽമന്ദം ചാത്തന്നൂർ സ്വദേശി വടപ്പിള്ളി വീട്ടിൽ ശിവശങ്കര പണിക്കർ, നിലമ്പൂർ കുന്നുമേപ്പട്ടി സ്വദേശിയായ ചെമ്പിൽ വീട്ടിൽ ഷമീർ, കണ്ണൂർ വളപ്പട്ടണം സ്വദേശി പഴയ കല്യാളവളപ്പിൽ ഷാഹിർ, മലപ്പുറം പുതിയ കടപ്പുറം സ്വദേശി അരിയൻ്റെ പുരക്കൽ വീട്ടിൽ സൂഫിയാൻ എന്നിവരാണ് ഈസ്റ്റ് പോലീസിൻ്റെ പിടിയിലായത്. അന്വേഷണത്തിൽ പ്രതികൾക്ക് വിവിധ സ്റ്റേഷനുകളിലായി 24ഓളം കേസുകളുണ്ടെന്ന് വ്യക്തമായിട്ടുണ്ട്. സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോ IPSന്റെ നിർദ്ദേശത്തിൽ അസിസ്റ്റന്റ് കമ്മീഷണർ സലീഷ് N. ശങ്കരന്റെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ പട്രോളിംഗ് ടീം കഴിഞ്ഞ ദിവസങ്ങളിലായി 15ഓളം മോഷ്ടാക്കളെ പിടികൂടി റിമാൻഡ് ചെയ്തിരുന്നു. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുള്ള സ്പെഷ്യൽ പട്രോളിംഗ് ടീം നഗരത്തിൽ തുടരുമെന്ന് പോലീസ് കമ്മീഷണർ അറിയിച്ചു. അന്വേഷണ സംഘത്തിൽ ഈസ്റ്റ് പോലീസ് ഇൻസ്പെക്ടർ MJ ജിജോ, സബ് ഇൻസ്പെക്ടർ ബിബിൻ P. നായർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഗിരീഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ സൂരജ്, അജ്മൽ എന്നിവരുമുണ്ടായിരുന്നു.
ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൊഴിലാളി പക്ഷമെന്ന് മേനി നടിക്കുന്ന ഇടതു സർക്കാർ തൊഴിലിടങ്ങളിലെ ചൂഷണങ്ങൾക്കും അരക്ഷിതാവസ്ഥയ്ക്കും നേരെ കണ്ണടയ്ക്കുകയാണെന്ന് BMS പാലക്കാട് ജില്ലാ പ്രസിഡന്റ് സലീം തെന്നിലാപുരം. പാലക്കാട് വാണിജ്യ വ്യവസായ മസ്ദൂർ സംഘം BMS ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സലീം തെന്നിലാപുരം. തൊഴിലുടമകളുടെ താൽപ്പര്യം സംരക്ഷിച്ചുകൊണ്ടാണ് ഇടതു സർക്കാർ മുന്നോട്ടു പോകുന്നത്. ഇതിനെതിരെ പ്രതികരിക്കാൻ കഴിയാത്ത ഇടത് തൊഴിലാളി സംഘടനകൾ നടത്തുന്ന മെയ് ദിനാഘോഷം പ്രഹസനമാണെന്നും സലീം തെന്നിലാപുരം ആരോപിച്ചു. 10-12 മണിക്കൂർ ജോലിയെടുക്കേണ്ടി വരുന്ന തൊഴിലിടങ്ങൾക്ക് ഒത്താശ ചെയ്യുന്ന ഇടതു ഭരണകൂടം 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദമെന്ന പ്രഖ്യാപിത മെയ് ദിന സന്ദേശത്തെ തകർക്കുകയാണ്. ഉൽപ്പാദകരെയും മൊത്ത ചില്ലറ വിൽപ്പനക്കാരെയും ഉപഭോക്താക്കളുമായി ബന്ധിപ്പിക്കുന്ന ശൃംഖലയിലെ പ്രധാന കണ്ണികളാണ് ഷോപ്സ് ആൻഡ് കൊമേഴ്സ്യൽ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ. എന്നാൽ ഇവരുടെ ക്ഷേമവും അഭിവൃദ്ധിയും ഉറപ്പുവരുത്താനുള്ള യാതൊരു ശ്രമവും തൊഴിലുടമകളുടെയും സർക്കാരിൻ്റെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. പ്രശ്നപരിഹാരത്തിന് സർക്കാർ തയ്യാറായില്ലെങ്കിൽ ഈ മേഖലയിൽ സംഘടിത പ്രക്ഷോഭങ്ങൾക്ക് BMS നേതൃത്വം നൽകുമെന്നും സലീം തെന്നിലാപുരം പറഞ്ഞു. ലോകത്തുള്ള മഹാഭൂരിപക്ഷം വരുന്ന രാജ്യങ്ങളും ഇന്ന് മെയ് ദിനം ആചരിക്കുന്നില്ല. അവർ തൊഴിലാളി ദിനമായി അവർ ആചരിക്കുന്നത് അവരുടെ രാജ്യത്തെ ദേശീയ പുരുഷന്മാരുടെ ജന്മദിനമോ അല്ലെങ്കിൽ ദേശീയ ദിനമായി ആ രാജ്യങ്ങൾ കണക്കാക്കുന്ന ദിവസങ്ങളൊക്കെയാണ് അവരവിടെ ദേശീയ തൊഴിലാളി ദിനമായി ആ രാജ്യങ്ങൾ ആചരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഭാരതത്തിലും ഒരു കാലത്ത് കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുൻപ് വരെ 15-20 വർഷങ്ങൾക്ക് മുൻപ് വരെ മെയ് ദിനം എന്ന് പറയുന്നത് വലിയ ആഘോഷപൂർവ്വം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരും INTUC ഉൾപ്പെടെയുള്ള കോൺഗ്രസ് അനുകൂല സംഘടനകളും ഒക്കെ തന്നെ വലിയ ആവേശത്തോടു കൂടിയാണ് അത് ആഘോഷിച്ചിരുന്നത്. പക്ഷെ നമുക്കിന്ന് കാണാൻ കഴിയുന്നു, പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ മെയ് ദിനത്തിന്റെ പ്രസക്തി നഷ്ടപ്പെടുന്നു എന്ന് മാത്രമല്ല, ആ മെയ് ദിനാചരണം എന്ന് കമ്മ്യൂണിസ്റ്റുകാർ ഒരു വഴിപാടായി നടത്തിക്കൊണ്ടിരിക്കുന്നു. വാണിജ്യ വ്യവസായ മസ്ദൂർ സംഘം BMS ജില്ലാ പ്രസിഡന്റ് T. കുമരേശൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി PK ബൈജു, ഭാരവാഹികളായ K. സന്തോഷ്, EP സുനിൽ, K. സുരേഷ് കുമാർ, M. രാജരാജൻ, P. പ്രദീപ്, V. അജിത് കുമാർ, EP സുനിൽ, R. ഉണ്ണികൃഷ്ണൻ, K. സന്തോഷ്, K. സുരേഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. SFI ഒറ്റപ്പാലം ഏരിയ സമ്മേളനം കൂനത്തറയിൽ നടന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് P. താജുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ഒരു വർഷക്കാലം ഒറ്റപ്പാലം ഏരിയയിൽ നമ്മുടെ വിദ്യാർത്ഥി പ്രസ്ഥാനം നടത്തിയ പോരാട്ടങ്ങൾ, സമരങ്ങൾ, വിവിധ തെരഞ്ഞെടുപ്പുകൾ, ഇതിൻ്റെ എല്ലാം ഭാഗമായി നമുക്കുണ്ടായിട്ടുള്ള മുന്നേറ്റങ്ങളോ ചെറുതായുള്ള പിറകോട്ടടിയെക്കുറിച്ച് കർശനമായ പരിശോധന നടത്തി, അതിനെയെല്ലാം ആത്മപരിശോധനയും സ്വയം വിമർശനവും നടത്തി, അതോടൊപ്പം വിമർശനങ്ങളുമെല്ലാം ഉയർത്തിക്കൊണ്ടുകൊണ്ട് നമ്മുടെ സമ്മേളനത്തെ സമ്പുഷ്ടമാക്കണം എന്നുള്ളതാണ് നിങ്ങളോട് ആദ്യമായി നിങ്ങളോടെല്ലാം സൂചിപ്പിക്കാൻ. നമ്മുടെ സമ്മേളനങ്ങൾ ചേരുമ്പോൾ സ്വാഗത സംഘം രൂപീകരിക്കുന്നുണ്ട്. ചില ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ടെങ്കിലും, പരിമിതമായ ദിവസങ്ങളാണെങ്കിലും വളരെ നല്ല നിലയിൽ നമുക്കെല്ലാം സൗകര്യപ്രദമാകുന്ന നിലയിൽ സമ്മേളനങ്ങൾ നടത്തണം എന്ന കൂനത്തറ സൗഹൃദ ഓഡിറ്റോറിയത്തിലായിരുന്നു SFI ഒറ്റപ്പാലം ഏരിയ സമ്മേളനം. ഉദ്ഘാടന ചടങ്ങിൽ ഏരിയ പ്രസിഡന്റ് K. അബു ഫാസിൽ അധ്യക്ഷത വഹിച്ചു. വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ഗംഗാധരൻ സ്വാഗതം പറഞ്ഞു. SFI ഏരിയ സെക്രട്ടറി TM ദുർഗാദാസൻ പ്രവർത്തന റിപ്പോർട്ടും സംസ്ഥാന കമ്മിറ്റി അംഗം മുഹമ്മദ് ഷാദുലി സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുഹമ്മദ് മുസ്തഫ, ജില്ലാ കമ്മിറ്റി അംഗം സച്ചിനസ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. അപകടക്കെണിയായി മങ്കര വെള്ള റോഡിലെ കനാൽപാതയ്ക്ക് കൈവരിയില്ലാത്തതാണ് അപകട ഭീഷണി ഉയർത്തുന്നത്. കനാൽപാതയ്ക്ക് കൈവരി നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാണ്. ദിനംപ്രതി 100 കണക്കിന് വാഹനങ്ങൾ പോകുന്ന റോഡാണിത്. അടിയൊന്നു തെറ്റിയാൽ 15 മീറ്റർ താഴ്ചയുള്ള കനാലിലേക്ക് വീഴും. റോഡ് തൊട്ടുരുമിയാണ് കനാൽ കടന്നുപോകുന്നത്. SBI ശാഖയുടെ മുൻവശത്താണ് അപകടം പതിയിരിക്കുന്നത്. ഇവിടെ S ആകൃതിയിലുള്ള വളവും അപകടത്തിന് ആക്കം കൂട്ടുന്നു. കനാൽപാതയിൽ കൈവരി സ്ഥാപിച്ചാൽ ഗതാഗതത്തിന് എളുപ്പമാകും. പലപ്പോഴും മങ്കര വെള്ള റോഡിൽ നിന്നും കാളിക്കാവ് റോഡിലേക്ക് എത്താനുള്ള എളുപ്പവഴി കൂടിയാണിത്. ബന്ധപ്പെട്ടവർ കൈവരി സ്ഥാപിക്കാൻ നടപടിയെടുക്കണമെന്നാണ് ജനകീയ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പാർലിക്കാട് സെന്ററിന് സമീപം നിയന്ത്രണം വിട്ട ലോറി വൈദ്യുതി പോസ്റ്റ് തകർത്തു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. അതേസമയം പ്രദേശത്തെ വൈദ്യുതി വിതരണം ഏറെ നേരം തടസ്സപ്പെട്ടു.
ഇന്ന് രാവിലെ 11 മണിയോടെയാണ് സംഭവം. ഷൊർണൂർ തൃശൂർ സംസ്ഥാന പാതയിൽ തൃശൂർ ഭാഗത്തു നിന്ന് വടക്കാഞ്ചേരി ഭാഗത്തേക്ക് വരികയായിരുന്ന മരത്തടികൾ കയറ്റിയ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം വിട്ട ലോറി ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചു കയറി. ഇടിയുടെ ആഘാതത്തിൽ പോസ്റ്റ് ലോറിക്ക് മുകളിലേക്ക് ഒടിഞ്ഞു തൂങ്ങുകയായിരുന്നു. ഡ്രൈവർ ഉൾപ്പെടെ ലോറിയിലുണ്ടായിരുന്നവർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. അതേസമയം പോസ്റ്റ് തകർന്നതോടെ മേഖലയിൽ വൈദ്യുതി ബന്ധം താറുമാറായി. KSEB ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഏറെ നേരത്തെ പരിശ്രമത്തിലൂടെയാണ് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മങ്കര താവളം കോട്ടായി റോഡിൽ അപകടക്കെണിയായി കൂറ്റൻ മരം. മങ്കര താവളം EMS നഗറിന് സമീപമാണ് ഗതാഗതത്തിനും സമീപവാസികൾക്കും ഭീഷണിയായി മരം നിലകൊള്ളുന്നത്. കഴിഞ്ഞ ദിവസം ശക്തമായ മഴയിൽ മരത്തിൻ്റെ ചില്ലകൾ പൊട്ടിവീണതിനെ തുടർന്ന് മേഖലയിലെ വൈദ്യുതിയും ഗതാഗതവും നിലച്ചിരുന്നു. 1 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. രാത്രിയായതിനാൽ വലിയ ദുരന്തം ഒഴിവായി. മരച്ചില്ല പൊട്ടി വൈദ്യുതി ലൈനിലേക്കാണ് വീണത്. ചെരിഞ്ഞു നിൽക്കുന്ന മരം യാത്രക്കാർക്കും സമീപവാസികൾക്കും അപകട ഭീഷണി ഉയർത്തുന്നു. മരം വെട്ടിമാറ്റണമെന്നാവശ്യപ്പെട്ട് മങ്കര പഞ്ചായത്തിൽ നിരവധി പേർ ഒപ്പിട്ട് പരാതി നൽകി മാസങ്ങൾ കഴിഞ്ഞു. എന്നാൽ പൊതുമരാമത്ത് വകുപ്പ് സ്ഥലം സന്ദർശിച്ചു പോകുകയല്ലാതെ തുടർ നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. മഴയെത്തും മുൻപ് മരം വെട്ടിമാറ്റണമെന്നാണ് പ്രദേശത്തുകാരുടെ ആവശ്യം. മരം വീണാൽ വൈദ്യുതി കമ്പികളിൽ നിന്ന് നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാൻ ഇടയുണ്ടെന്നും പരിസരവാസികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കുന്നംകുളത്തെ സ്വകാര്യ ബസ് പാടത്തേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഇന്നലെ വൈകിട്ട് 5 മണിയോടെയായിരുന്നു അപകടം. അപകടത്തിൽ ബസ് യാത്രികരായ 20ഓളം പേർക്ക് പരിക്കേറ്റിരുന്നു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ഒറ്റപ്പാലത്ത് നിന്ന് കുന്നംകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന മയിൽവാഹനം ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കുന്നംകുളം പുതിയ ബസ് സ്റ്റേഷനിലേക്ക് പ്രവേശിക്കാനായി സംസ്ഥാന പാതയിൽ നിന്ന് ഫിഷ് മാർക്കറ്റ് റോഡിലൂടെ വന്നിരുന്ന ബസ് 8 അടിയോളം താഴ്ചയുള്ള പാടത്തേക്ക് മറിയുകയായിരുന്നു. ഈ അപകടത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നത്. അപകടത്തിൽ ബസ് യാത്രികരായ 20 പേർക്ക് നിസ്സാര പരിക്കേറ്റിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഒറ്റപ്പാലത്ത് CPIM ഏരിയ കമ്മിറ്റി മാനവികത സദസ്സ് സംഘടിപ്പിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S. അജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ഭീകരവാദത്തിന് എതിരെ മാനവികത എന്ന സന്ദേശവുമായാണ് CPM ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി മാനവികത സദസ്സ് സംഘടിപ്പിച്ചത്. പ്രകടനത്തിന് ശേഷം ആരംഭിച്ച സദസ്സ് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S. അജയകുമാർ ഉദ്ഘാടനം ചെയ്തു. CPMന്റെ കേരള സംസ്ഥാന കമ്മിറ്റി ഇന്നലെയും ഇന്നുമായി മതഭീകരവാദത്തിനെതിരായ മാനവിക സദസ്സ് എന്ന പേരിൽ ജനാധിപത്യ മതനിരപേക്ഷ വിശ്വാസികളുടെ സംഗമം സദസ്സ് സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കാശ്മീരിൽ നടന്ന മതഭീകരവാദത്തെ ആക്രമണങ്ങളെ നിരവധി തവണ അതിജീവിച്ച ഒരു ചരിത്രമാണ്. CPM ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി S. കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ C. അബ്ദുൽ ഖാദർ, K. ഗംഗാധരൻ, P. സിന്ധു, MIA റസാഖ്, K. രാജേഷ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പെരിങ്ങോട്ടുകുറിശി ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തീകരിച്ച പിലാപ്പള്ളി ആരോഗ്യ കേന്ദ്രത്തിലെ വാട്ടർ ATMന്റെ ഉദ്ഘാടനം നടന്നു. PP സുമോദ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KM കേരളകുമാരി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് EP പൗലോസ് മാസ്റ്റർ, പഞ്ചായത്ത് അംഗങ്ങളായ ER രാമദാസ്, രാജകൃഷ്ണൻ, പിലാപ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ V. അനിത, പഞ്ചായത്ത് സെക്രട്ടറി ഹരിമോഹൻ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ബാലസംഘം വേനൽത്തുമ്പി കലാജാഥയ്ക്ക് ഷൊർണൂർ നെടുങ്ങോട്ടൂർ കുതിരക്കണ്ടത്തിൽ സ്വീകരണം നൽകി. മുണ്ടായ, വടക്കുമുറി, പരുത്തിപ്ര, നെടുങ്ങോട്ടൂർ, ഗണേശഗിരി പ്രദേശങ്ങളിൽ നിന്നുള്ള കുട്ടികൾ വേനൽത്തുമ്പികളെ വരവേൽക്കാനെത്തിയിരുന്നു. കുട്ടികളിൽ ആവേശം സൃഷ്ടിച്ചാണ് ബാലസംഘത്തിൻ്റെ വേനൽ തുമ്പികൾ നെടുങ്ങോട്ടൂർ കുതിരക്കണ്ടത്തിൽ പറന്നെത്തിയത്. മുണ്ടായ വടക്കുമുറി, പരുത്തിപ്ര, നെടുങ്ങോട്ടൂർ, ഗണേശഗിരി എന്നീ പ്രദേശങ്ങളിൽ നിന്ന് വേനൽ തുമ്പികളെ വരവേൽക്കാൻ
കുട്ടികളെത്തിയിരുന്നു. ബാലസംഘം നെടുങ്ങോട്ടൂർ യൂണിറ്റ് സെക്രട്ടറി MS ലക്ഷ്മി സ്വാഗതം പറഞ്ഞു. CPM ഷൊർണൂർ ലോക്കൽ സെക്രട്ടറി ND ദിൻഷാദ്, ബാലസംഘം സംഘാടക സമിതി കൺവീനർ N നാരായണൻ, അംഗങ്ങളായ ഷൊർണൂർ നഗരസഭ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ P സിന്ധു, T മുരളീധരൻ, VC സിന്ധു, P ജിഷ, MK രാമചന്ദ്രൻ, KR മോഹൻദാസ്, സുരേഷ് ബാബു എന്നിവർ കുട്ടികൾക്ക് നിർദ്ദേശങ്ങൾ നൽകി. ഷൊർണൂർ ജാല പാലിയേറ്റീവ് കെയറിൻ്റെ സ്നേഹോപഹാരം S കൃഷ്ണദാസ്, KT ജോർജ്, R മണി എന്നിവർ വേനൽ തുമ്പികൾക്ക് സമ്മാനിച്ചു. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് വേനൽ തുമ്പികൾക്ക് സ്നേഹോപഹാരം നൽകി. വേനൽ തുമ്പികളുടെയും സ്വീകരിക്കാനെത്തിയ കുട്ടികളുടെയും വിവിധ കലാപരിപാടികളുമുണ്ടായി. ന്യൂസ് സെന്റർ ഷൊർണൂർ. കേരള ജേർണലിസ്റ്റ് യൂണിയന്റെ സ്ഥാപക ദിനവും മെയ് ദിനാചരണ ചടങ്ങുകളും ചേലക്കര KJU മേഖലാ കമ്മിറ്റി ഓഫീസിൽ സംഘടിപ്പിച്ചു. KJU തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് മണി ചെറുതുരുത്തി ഉദ്ഘാടനം ചെയ്തു. മാറി മാറി വരുന്ന ഭരണകർത്താക്കൾ സാധാരണക്കാരായ മാധ്യമപ്രവർത്തകർക്ക് യാതൊരുവിധ ആനുകൂല്യങ്ങളും നൽകുന്നില്ലെന്നും ലോട്ടറി മേഖലയിൽ ക്ഷേമനിധി ആലോചിക്കുന്ന സർക്കാർ മാധ്യമപ്രവർത്തകരെ തരം താഴ്ത്തുന്ന നടപടി ശരിയല്ലെന്നും KJU തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് മണി ചെറുതുരുത്തി പറഞ്ഞു. തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം മാധ്യമപ്രവർത്തകർ തൊഴിലാളികൾ തന്നെയാണ്. നമ്മളെല്ലാം പാർട്ട് ടൈം ജോലിക്ക് വേണ്ടി നിൽക്കുന്ന തൊഴിലാളികൾ കൂടിയാണ്. നമ്മളുടെ പല കാര്യങ്ങളും പല വരുന്ന നിരന്തരം മാറി മാറി വരുന്ന ഭരണാധികാരികളുടെ അടുത്ത് നമ്മൾ നമ്മളുടെ വിഷമങ്ങളും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ടെങ്കിലും അത് ഇന്നേ വരെ ഒരു സാഹചര്യമായിട്ട് വന്നിട്ടില്ല. കാരണം നമുക്ക് മെയിനായിട്ട് ആവശ്യപ്പെട്ട് നമുക്ക് ക്ഷേമനിധി നടപ്പാക്കണമെന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ ഇന്നേ വരെ ക്ഷേമനിധി ഈ മാറി വരുന്ന ഭരണകർത്താക്കൾ ചെയ്യുന്നില്ല എന്നൊരു ഖേദകരം നമ്മളെല്ലാം ദുഃഖത്തിലായിട്ടുള്ള സംഭവമാണ്. ചേലക്കര മേഖലാ സെക്രട്ടറി സജി കിള്ളിമംഗലം അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം മൊയ്തീൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. മറ്റംഗങ്ങളായ വിവിക്സ് ചേലക്കര, ധന്യ മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. മേഖലാ ട്രഷറർ V മണികണ്ഠൻ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ആലത്തൂർ താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലോക തൊഴിലാളി ദിനത്തോടനുബന്ധിച്ച് നിയമസഹായ ബോധവൽക്കരണ ക്ലാസ് കോട്ടായിൽ സംഘടിപ്പിച്ചു. കോട്ടായി ഗ്രാമപഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിൽ സംഘടിപ്പിച്ച പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A സതീഷ് ഉദ്ഘാടനം ചെയ്തു. സർവദേശീയ തൊഴിലാളി ദിനമാണ്. ഈ ദിവസത്തിൻ്റെ പ്രത്യേകത വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് സാധാരണക്കാർക്കും തൊഴിലാളികൾക്കും
കുറേ കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിനകത്ത് നടക്കുന്നുണ്ട്. പലതും നാം മനസ്സിലാക്കാതെ പോകുന്നതിൻ്റെ ഭാഗമായി നിരവധിയായ സാമ്പത്തിക നഷ്ടവും അതോടൊപ്പം തന്നെ സമയനഷ്ടവും ഒക്കെ നമ്മുടെ സാധാരണക്കാരിൽ നിന്ന് അനുഭവിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ലീഗൽ സർവീസ് സൊസൈറ്റിയുടെ പ്രവർത്തനം എന്താണെന്ന് നമുക്ക് സത്യം പറഞ്ഞാൽ 2 ദിവസം മുമ്പാണ് ഞാൻ പോലും വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നത്. ആലത്തൂർ ലീഗൽ സർവീസ് കമ്മിറ്റി ഭാരവാഹി അഡ്വക്കേറ്റ് ജയദേവൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി വിനീത സംസാരിച്ചു. ലീഗൽ സർവീസ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് മുരളീധരൻ ബോധവൽക്കരണ ക്ലാസ് നടത്തി. താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി അംഗം വിനീഷ് സ്വാഗതവും പാരാലീഗൽ വളണ്ടിയർ രമ്യ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പാഞ്ഞാളിൽ തനിച്ചു താമസിക്കുന്ന മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പാഞ്ഞാൾ തൊഴുപ്പാടം ശ്രീമുരുകൻ ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന അയ്യഴിയിൽ വീട്ടിൽ 58 വയസ്സുള്ള ചന്ദ്രനെയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത്. ചെറുതുരുത്തി പോലീസും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. എന്നാൽ സ്വാഭാവിക മരണമാണ് എന്നാണ് പ്രാഥമിക നിഗമനം. കോട്ടായി അയ്യംകുളം അൽ അമീൻ ബാലിക അനാഥ അഗതി മന്ദിരത്തിന്റെ നേതൃത്വത്തിൽ നിർധനരും അനാഥരുമായ യുവതികൾക്ക് മംഗല്യ സൗഭാഗ്യമൊരുക്കി. യത്തീംഖാന ഹാളിൽ നടന്ന സമൂഹ വിവാഹ സദസ്സും ഹാജി സംഗമവും ഡോക്ടർ ബഷീർ ഫൈസി ദേശമംഗലം ഉദ്ഘാടനം ചെയ്തു. അതിലൊക്കെ നല്ലത് ഇവിടെ വേറെ. അതിരാവിലെ തിരിച്ച് പള്ളികൾക്ക് പോയിട്ട് ആ തഹജ്ജുദും മറ്റു നിസ്കാരങ്ങളൊക്കെ നിസ്കരിച്ച് നല്ല റാഹത്തോടുകൂടെ പള്ളിക്കകത്ത് സുബഹി നിസ്കരിച്ച് പുറത്തിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എല്ലാ മാറ്റ് 7ന്റെയും എല്ലാ ജിമ്മിന്റെയും എല്ലാ എക്സസൈസിന്റെയും ഗുണം കിട്ടുമെന്ന് പഠിപ്പിച്ച നബിയാണ് മുഹമ്മദ് മുസ്തഫ. ഫസുബ്ഹാന നശീതൻ ത്വയ്യിബൻ നഫ്സി. കോട്ടായി താജുദ്ദീൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. വിവാഹത്തിന് സയ്യിദ് ഇമ്പിച്ച് കോയത്തങ്ങൾ ലക്കിടി കാർമ്മികത്വം വഹിച്ചു. സമൂഹ വിവാഹങ്ങൾക്ക് എല്ലാവരും സഹായം നടത്താൻ ഇപ്പോൾ വർഷത്തിൽ 1-3 പ്രാവശ്യം നടത്തേണ്ടി വരുന്ന ഘട്ടങ്ങളുണ്ടാവും. കാരണം പ്രായത്തിൻ്റെ ചില പരിധിയൊക്കെ പാലിച്ചുകൊണ്ടൊരു പറ്റുള്ളൂ. അങ്ങനെയുള്ള കാരണങ്ങളാണ്. പിന്നെ ആണെങ്കിലോ എല്ലാ നിലക്കുള്ള സാമ്പത്തികമായ പ്രതിസന്ധികൾ. മാനു മുസ്ലിയാർ വല്ലപ്പുഴ മുഖ്യപ്രഭാഷണവും റിയാസ് ഫൈസി ഐലശ്ശേരി അനുഗ്രഹ പ്രഭാഷണവും നിർവഹിച്ചു. അൽ അമീൻ അനാഥ അഗതി മന്ദിരം സെക്രട്ടറി CP അബൂബക്കർ ദാരിമി സ്വാഗതവും സിദ്ദിഖ് ഫൈസി മണ്ണാർക്കാട് പ്രാർത്ഥനയും നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള വാർഷിക യൂണിറ്റ് സമ്മേളനങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനവും ഷൊർണൂർ കൊളപ്പള്ളി യൂണിറ്റുകളുടെ 31ാം വാർഷികാഘോഷവും കൊളപ്പള്ളിയിൽ നടന്നു. രാവിലെ മെയ് ദിന റാലിയോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. റാലി ബ്ലൂ ഡയമണ്ട് ഓഡിറ്റോറിയത്തിൽ സമാപിച്ചു. വാർഷികാഘോഷം AAWK സംസ്ഥാന പ്രസിഡന്റ് KG ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി നസീർ കള്ളിക്കാട് മുഖ്യപ്രഭാഷണം നടത്തി. ലൈഫ് ലൈൻ പദ്ധതിയെക്കുറിച്ച് സംസ്ഥാന ട്രഷറർ സുധീർ മേനോൻ വിശദീകരിച്ചു. ഫിലിപ്പ് മമ്പാട് ലഹരി വിരുദ്ധ ക്ലാസ് എടുത്തു. മയിൽവാഹനം കൂട്ടുകുടുംബം വാട്സപ്പ് ഗ്രൂപ്പിന്റെ ഒത്തുചേരൽ പട്ടാമ്പിയിൽ നടന്നു. പട്ടാമ്പി വെൽക്കം ടൂറിസ്റ്റ് ഹോമിലായിരുന്നു സംഗമം. കൃഷ്ണൻകുട്ടി, ചന്ദ്രൻ യാക്കര എന്നിവർ ചേർന്ന് ഒത്തുചേരൽ ഉദ്ഘാടനം ചെയ്തു. പത്മനാഭൻ തൂത അധ്യക്ഷത വഹിച്ചു. ഗോപി വാടാനംകുറിശി സ്വാഗതം പറഞ്ഞു. ഹരിദാസൻ ഷൊർണൂർ, ഉണ്ണിക്കുട്ടൻ മാങ്ങോട്, പ്രഭാത് കുമാർ കുലുക്കിലിയാട്, രാജ്മോഹനൻ വെള്ളിനേഴി, മോഹനൻ നെന്മാറ, ഗോപി മരുതൂർ എന്നിവർ സംസാരിച്ചു. ഡെയിലി തൊട്ടടുത്തുള്ള ഒരാൾക്ക് ഗുഡ് മോർണിംഗ് ആക്കി അപ്പൊ അതിന്റെ പ്രശ്നമില്ല, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഒരു ദിവസം രാവിലെ നീച്ചു നോക്കുമ്പോൾ ഏകദേശം 9 മണിയായിട്ടും ഗുഡ് മോർണിംഗ് കാണാനില്ല. അപ്പൊ ഇയാൾക്ക് സംശയം, എന്തിപ്പോ ഇയാൾ നീച്ചിട്ടില്ലേ, ഗുഡ് മോർണിംഗ് കാണാലോ. അപ്പൊ നോക്കുമ്പോൾ അതിലടച്ചു, ജനല് തുറന്നു, അതിന്റെ താഴെപ്പട ഇങ്ങനെ തട്ടിപ്പിടി തുറന്നു നോക്കുമ്പോൾ ഇദ്ദേഹം കസേരയിൽ ചാരിയിരുന്ന്. കൂട്ടുകുടുംബം ഗ്രൂപ്പിലെ 75 വയസ്സ് കഴിഞ്ഞ 14 പേരെ ചടങ്ങിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു. പ്രമോദ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. നിരവധി പേർ സംഗമത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കുളപ്പള്ളി ഫെസ്റ്റിന് ഒരുക്കങ്ങളായി. മെയ് 3, 4 തീയതികളിൽ നടക്കുന്ന ഫെസ്റ്റിനെ കുറിച്ച് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു.
ഷൊർണൂരിലെ യുവജന കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് കുളപ്പുള്ളി ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. മെയ് 3, 4 തീയതികളിലായി നടക്കുന്ന ഫെസ്റ്റിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയായെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തീർത്തും ഇത് ലഹരിക്കെതിരെ നമ്മൾ ആഘോഷങ്ങൾ ആവാം, അത് ആഘോഷങ്ങൾ അതായത് നടത്തുന്നത് ലഹരിക്കെതിരെ മറ്റുള്ളവർക്ക് കടന്നു പോകാത്ത രീതിയിൽ ചെറുപ്പക്കാരെ ഉത്സവങ്ങളിലേക്കും മറ്റുള്ള ക്ലബ്ബ് അങ്ങനെയുള്ള സ്പോർട്സിലേക്കൊക്കെ തരംതിരിച്ച് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇത് നടത്തുന്നത്. ഇതിൻ്റെ ഉദ്ഘാടനം 3-ാം തീയതി വൈകിട്ട് 4 മണിക്കാണ് ബഹുമാനപ്പെട്ട രാജേഷ് MP ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഉദ്ഘാടനത്തിൻ്റെ ടൈം കിട്ടിയിട്ടില്ല എങ്കിലും നമുക്ക് അതിൻ്റെ ടൈം തന്ന് ഒരു 4 മണിക്ക് ഇതിൻ്റെ ഉദ്ഘാടനം നടത്തണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ 9ഓളം ടീമുകൾ 4-ാം തീയതി ഘോഷയാത്രയെ കുളപ്പുള്ളിയിൽ സംഘടിച്ച് സമാപനം കുറിക്കുമെന്നാണ് ഇതിന് പറയാനുള്ളത്. മെയ് 3-ന് ഫെസ്റ്റിനോടനുബന്ധിച്ച് ഗാനമേള നടക്കും. 4-ന് നടക്കുന്ന ഫെസ്റ്റ് ഷൊർണൂരിന് വേറിട്ട അനുഭവമായി മാറുമെന്ന് സംഘാടകർ പറഞ്ഞു. മെയ് 3, 4 നമ്മുടെ പരിപാടികൾ. അപ്പോൾ 3-ാം തീയതി നമ്മൾ ഗാനമേള, അതുപോലെ തന്നെ നമ്മൾ നൽകുന്ന ചാരിറ്റി നമ്മൾ പരിപാടിയിൽ വെച്ച് കൈമാറും. അതുപോലെ 3-ാം തീയതി 4 മണിക്കാണ് നമ്മൾ നിലവിൽ പരിപാടി തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഉദ്ഘാടനത്തിൻ്റെ ഡേറ്റ് ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രി ഒരു 4 മണി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ ടൈമിനനുസരിച്ച് നമ്മൾ പരിപാടി തുടങ്ങും. 4-ാം തീയതി എല്ലാ ഭാഗത്തുമുള്ള ടീമുകൾ കുളപ്പുള്ളി വന്ന് സംഗമിച്ച് ഇത് കുളപ്പുള്ളിയുടെ ഒരു സാഹോദര്യത്തിൻ്റെയും ഐക്യത്തിൻ്റെയും വലിയൊരു ഉത്സവമാക്കി മാറ്റാനാണ് ഈ കമ്മിറ്റിയുടെ തീരുമാനം. വാർത്താ സമ്മേളനത്തിൽ കുളപ്പുള്ളി ഫെസ്റ്റ് സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് MC ജലാൽ, ജനറൽ സെക്രട്ടറി KP പ്രസാദ്, സെക്രട്ടറി TK ആഷിഖ്, ട്രഷറർ C അക്ബർ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഫിറോസ്, സലീം എന്നിവർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. 3 ദിവസമായി നടന്നു വന്നിരുന്ന ചേലക്കര മാരിയമ്മൻ പൂജാ മഹോത്സവത്തിന് സമാപനമായി. ആഘോഷ പരിപാടികളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ പൊങ്കാല സമർപ്പണവും നടന്നു. നിരവധി സ്ത്രീകൾ പൊങ്കാല സമർപ്പണത്തിൽ പങ്കെടുത്തു. 3 ദിവസങ്ങളിലായി പ്രത്യേക പൂജകളും നടന്നു വന്നിരുന്നു. ആഘോഷ പരിപാടികളിൽ നിരവധി പേർ പങ്കെടുത്തു. ചരമം. വടനംകുറിശി ദേവി നിവാസിൽ കുമാരി B മേനോൻ നിര്യാതയായി. 84 വയസ്സായിരുന്നു. ഭർത്താവ് ബാലൻ മേനോൻ, മക്കൾ ലീലാവതി, നന്ദകുമാർ, ശോഭ, മരുമക്കൾ ശശിധരൻ, ശശികുമാർ, ഇന്ദു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് ശാന്തിതീരത്ത്. കോട്ടായി പെരിങ്ങുളങ്ങര പൂതപ്പറമ്പ് വീട്ടിൽ വേലായുധൻ നിര്യാതനായി. 78 വയസ്സായിരുന്നു. ഭാര്യ ഓമന, മക്കൾ ബിന്ദു, സിന്ധു, പരേതയായ ലീല, മരുമക്കൾ രാധാകൃഷ്ണൻ, ശരവണൻ, ഉണ്ണികൃഷ്ണൻ. മാറ്റൊലി. ജമ്മു കാശ്മീരിൽ രാജ്യാന്തര അതിർത്തിയിലും വെടിനിർത്തൽ ലംഘിച്ച് പാകിസ്ഥാൻ പ്രകോപനത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിനു പിറകെ പ്രകോപനം സൃഷ്ടിക്കുന്നത് പാകിസ്ഥാൻ പതിവാക്കിയിരിക്കുന്നു. പാകിസ്ഥാന് ശക്തമായ ഒരു തിരിച്ചടി നൽകേണ്ട സമയം അതിക്രമിച്ചെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? മാറ്റൊലിയിലേക്ക്. പാകിസ്ഥാൻ തിരിച്ചടിക്കാൻ തയ്യാറാണ് ആണെങ്കിൽ എന്നല്ല, അവരുടെ എന്ത് പ്രകോപനത്തിനും മറുപടി കൊടുക്കാൻ തക്ക ശക്തി ഇന്ത്യക്കുണ്ട്. ഇന്ത്യ അത് ഇപ്പോൾ പെട്ടെന്നുണ്ടാക്കിയതല്ല. ഇന്ത്യയുടെ ശക്തി, സൈനിക ശക്തി ആയാലും എന്തായാലും വളരെ നല്ല നിലയിൽ തന്നെയാണ് ഉള്ളത്. അതിനെ തിരിച്ചടിക്കേണ്ടത് തന്നെയാണ്. കാരണം ഇനിയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാണ്ടിരിക്കാനും അതിർത്തിയിൽ ഇത്തരത്തിലുള്ള ജീവൻ പൊലിയാതിരിക്കാനും വേണ്ടിയിട്ട് പാകിസ്ഥാനൊരു പാഠം പഠിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ തന്നെ ഇന്ത്യക്ക് നല്ലൊരു സ്ഥാനമുണ്ട്. സൈനിക ശക്തിയിൽ നല്ലൊരു ഇതുണ്ട്. അതുകൊണ്ട് ആയുധങ്ങളും എല്ലാം നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും തിരിച്ചടിക്കേണ്ടത് തന്നെയാണ്. അവരെ തിരിച്ചടി കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷെ എന്താണ് ഒരു പ്രശ്നം? ഇപ്പോൾ അതിർത്തിയിൽ ഞങ്ങൾ ആണവായുധം പ്രയോഗിക്കുമെന്നൊരു ഭീഷണിയാണ് ആദ്യം അവിടുത്തെ ഒരു മന്ത്രി പറഞ്ഞത്. അപ്പോൾ ഒരു രാജ്യത്ത് ഒരു യുദ്ധം നടത്താൻ പെട്ടെന്നൊരു ഭീകരന്മാർ 4 ആൾ വന്ന് ഇവിടെ പൊട്ടിച്ച് പിറ്റേ ദിവസം തന്നെ യുദ്ധം തുടങ്ങിയാൽ, ഒരു തയ്യാറെടുപ്പൊന്നുമില്ലാതെ യുദ്ധം ചെയ്താൽ ഒരുപാട് ദുരന്തങ്ങൾ അതിൻ്റെ പേരിൽ ജനങ്ങൾ കൂടി അനുഭവിക്കേണ്ടതുള്ളതുകൊണ്ടായിരിക്കാം ഇതിങ്ങനെ ചർച്ചയായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ചൈന തന്നെ പറയുന്നത് പാകിസ്ഥാനെ സഹായിക്കും. അമേരിക്ക നാടകം കളിക്കുന്നു. കാരണം ഇന്ത്യയും പാകിസ്ഥാനും പ്രകോപനം സൃഷ്ടിക്കരുത്. അമേരിക്കയൊക്കെ യുദ്ധക്കൊതിയന്മാരാണ്. ആയുധ വിൽപ്പനയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ. എവിടെ ആഭ്യന്തര കലാപം ഉണ്ടായാലും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ് അമേരിക്കയൊക്കെ.
അപ്പോൾ ഇതൊരു കലാപത്തിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യയിലെ സാമ്പത്തിക നയത്തെ, ഇന്ത്യയുടെ ദുരിതങ്ങളെ എങ്ങനെയൊക്കെ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരുപാട് ചർച്ചകൾ നടത്തിയിട്ട് വേണം ഒരു യുദ്ധത്തിലേക്ക് കടക്കാനെന്ന്. അപ്പോൾ ഇതിലൊരു രാഷ്ട്രീയ വൈരുദ്ധ്യം പറയുന്നതിനേക്കാൾ ഉപരി രാജ്യത്തിൻ്റെ ഒരു സമ്പദ് വ്യവസ്ഥയും രാജ്യത്തിൻ്റെ ആഭ്യന്തര വിഷയങ്ങളൊക്കെ കോർത്തിണക്കി ആലോചിച്ച് തന്നെ പാകിസ്ഥാനെ എതിരെ ഇപ്പോൾ ഒരു യുദ്ധം പ്രഖ്യാപിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതിൻ്റെ ആലോചന ഇപ്പോൾ നടക്കുന്നുണ്ട്. എന്തായാലും ഈ പോക്ക് മുന്നോട്ട് പോകാൻ പാകിസ്ഥാനെ സമ്മതിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ഓരോ പൗരനും ഇന്ത്യയിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. വിലക്കിനെ തള്ളി ആശാ വർക്കർമാർക്കൊപ്പമെന്ന് മല്ലിക സാരാഭായ്. സന്ദേശത്തിലൂടെ നിലപാട് വ്യക്തമാക്കിയത് തൃശൂരിൽ നടന്ന ആശാ വർക്കർമാർക്ക് പൊതുസമൂഹത്തിന്റെ ഓണറേറിയം ചടങ്ങിൽ. ആശാ വർക്കർമാരുടെ അക്കൗണ്ടിലേക്ക് മല്ലിക സാരാഭായ് ഓണറേറിയം വിഹിതം കൈമാറി. മഹിളാ കോൺഗ്രസ് മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് പാലക്കാട് ജില്ലയിൽ ഉജ്ജ്വല വരവേൽപ്പ്. കേരളത്തിലെ അമ്മമാരുടെ കണ്ണീരിന് വില കൽപ്പിക്കാത്ത മുഖ്യമന്ത്രിയെ താഴെയിറക്കാൻ മുൻപന്തിയിലുണ്ടാകുക അമ്മമാരും സഹോദരിമാരുമായിരിക്കുമെന്ന് അഡ്വക്കേറ്റ് ജെബി മേത്തർ MP. നേട്ടങ്ങൾ ആഘോഷിക്കാനില്ലാത്ത ഇടതു സർക്കാരിന്റെ വാർഷികാഘോഷം ധൂർത്തുമാത്രം. ജനങ്ങളോട് പ്രതിബദ്ധതയില്ലെന്ന് സർക്കാർ തെളിയിച്ചു കഴിഞ്ഞെന്നും ജെബി മേത്തർ. ജാതി സെൻസസ് എടുക്കേണ്ടത് പൊതു സെൻസസിന്റെ ഭാഗമായാണെന്ന് കെ രാധാകൃഷ്ണൻ MP. സമയബന്ധിതമായി ജാതി സെൻസസ് എടുക്കണമെന്നാണ് CPM നിലപാട്. പ്രതിപക്ഷ ആവശ്യത്തിന് കേന്ദ്ര സർക്കാർ വഴങ്ങിയത് ബീഹാർ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടെന്നും കെ രാധാകൃഷ്ണൻ. വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് LDF സർക്കാർ. പന്നിയങ്കരയിൽ ടോൾ കമ്പനി വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകണം. ഭീകരവാദത്തെ ഇല്ലാതാക്കാൻ കേന്ദ്ര സർക്കാർ എന്ത് നിലപാട് സ്വീകരിച്ചാലും പിന്തുണയ്ക്കുമെന്ന് STU സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് റഹ്മത്തുള്ള. രാജ്യത്തെ വേദനിപ്പിച്ച പഹൽഗാം സംഭവത്തിൽ ശക്തമായി തിരിച്ചടിക്കണം. തൊഴിലാളി ദ്രോഹ നടപടികളിൽ നിന്ന് ഭരണകൂടങ്ങൾ പിന്മാറണമെന്നും അഡ്വക്കേറ്റ് റഹ്മത്തുള്ള. തൊഴിലാളി പക്ഷത്തുനിന്ന് മേനി നടിക്കുന്ന ഇടതു സർക്കാർ തൊഴിലിടങ്ങളിലെ ചൂഷണങ്ങൾക്കും അരക്ഷിതാവസ്ഥയ്ക്കും നേരെ കണ്ണടയ്ക്കുകയാണെന്ന് BMS പാലക്കാട് ജില്ലാ പ്രസിഡന്റ് സലിം തെന്നിലാപുരം. സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹത്തിനെതിരെ ശബ്ദിക്കാനാകാത്ത ഇടത് ട്രേഡ് യൂണിയനുകളുടെ മെയ് ദിനാഘോഷം പ്രഹസനമെന്നും സലിം തെന്നിലാപുരം. പാലക്കാട്ട് വാണിജ്യ വ്യവസായ മസ്ദൂർ സംഘം BMS ജില്ലാ സമ്മേളനം. തൃശൂർ പൂരത്തോടനുബന്ധിച്ച് നഗരത്തിൽ പോലീസിന്റെ സ്പെഷ്യൽ പട്രോളിംഗ്. 4 പേർ കൂടി സ്പെഷ്യൽ പട്രോളിംഗ് ടീമിന്റെ പിടിയിൽ. ഇതുവരെ പിടിയിലായത് 19 മോഷ്ടാക്കൾ. അവകാശ പോരാട്ടങ്ങളുടെ ആവേശസ്മരണയിൽ ലോക തൊഴിലാളി ദിനം. വിവിധ കേന്ദ്രങ്ങളിൽ മെയ് ദിന റാലികൾ. തൊഴിലാളി വർഗ ഐക്യവും സംഘടിത കരുത്തും വിളംബരം ചെയ്ത റാലികളിൽ അണിനിരന്നത് ആയിരങ്ങൾ. ഭരണാധികാരികൾ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ തിരുത്തണമെന്ന് മുന്നറിയിപ്പ്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.